നടക്കാൻ തീരുമാനിച്ചാൽ, അവൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്നാൽ, അവൻ ദൈവഹിതത്തിൽ നിന്നാൽ എത്രത്തോളം അവനെ ഉപയോഗിക്കുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. ഒരിക്കൽ D.L. മൂഡി ഒരു ഹോളിനകത്ത്, ഒരു ആലയത്തിനകത്ത് ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായ മഴ നടക്കുന്നത് കൊണ്ട് താൻ ഹോളിനകത്ത് കയറിയിരുന്നു. ഒരു ദൈവദാസൻ ശക്തമായി പ്രസംഗിച്ചു. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യനെ എത്രത്തോളം ഉപയോഗിക്കുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ അത് നിങ്ങളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ആൾക്കാരുള്ള ഒരു വലിയ ഒരു സദസ്സ്. ആ സദസ്സിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് D.L. മൂഡി എന്ന് പറയുന്ന ചെരുപ്പൂത്തിയായ മനുഷ്യൻ, കോബ്ലർ, ഷൂ തയ്ക്കുന്ന, ചെരുപ്പ് തയ്ക്കുന്ന, ചെരുപ്പ് കടയിൽ ചെരുപ്പെടുത്തു കൊടുക്കുന്ന ചെരുപ്പൂത്തിയായ D.L. മൂഡി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ എന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ വ്യക്തിയാക്കി നീ എന്നെ മാറ്റണേ, നീ എന്നെ രൂപാന്തരപ്പെടുത്തണേ. സ്തോത്രം. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ആ തലമുറയിൽ അന്നുവരെ ആരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത രീതിയിൽ D.L. മൂഡിയെ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. D.L. മൂഡിയുടെ ഇംഗ്ലീഷിന് ഗ്രാമർ ഇല്ലായിരുന്നു. ബ്രോക്കൺ ലാംഗ്വേജ് ആണ് D.L. മൂഡി പ്രസംഗിച്ചത്. D.L. മൂഡിയുടെ ഭാഷാ ശൈലി വെറും തരം താണ ഭാഷാ ശൈലി എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ ഇംഗ്ലീഷ് അല്ലായിരുന്നു. ഒരിക്കൽ 10,000 തടിച്ചുകൂടിയ മീറ്റിംഗ് കഴിഞ്ഞ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അധ്യാപകനായിരുന്ന ഒരു പ്രൊഫസർ D.L. മൂഡിയുടെ പ്രഭാഷണം കഴിഞ്ഞ് തൻ്റെ അടുത്ത് വന്ന് തന്നോട് ചോദിച്ചു, ഇത്രയും ജനം എന്തുകൊണ്ട് കൂടുന്നു? തൻ്റെ പ്രസംഗ ശൈലി ഒരു നല്ല പണ്ഡിത ശൈലിയല്ല. താങ്കളുടെ ഇംഗ്ലീഷിന് ഗ്രാമറില്ല, കേൾക്കാൻ ഒരു ഭംഗിയുമില്ല, അതിനൊരു പ്രാസമില്ല, ലാംഗ്വേജ് വളരെ പുവറാണ്. എന്നാൽ ഇത്രയും ആള് കൂടാൻ കാരണം എന്ത് എന്ന് D.L. മൂഡിയോട് ചോദിച്ചപ്പോൾ D.L. മൂഡിയുടെ മറുപടി ഇതായിരുന്നു, ആള് കൂടുന്നത് എൻ്റെ ഗ്രാമർ കേൾക്കാനല്ല, ദൈവശക്തി അനുഭവിക്കാൻ വേണ്ടിയാ. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരും ആരെയും കാണാനല്ല വന്നിരിക്കുന്നത്, ദൈവശക്തി അനുഭവിക്കാനാ. പ്രൈസ് ദി ലോർഡ്. D.L. മൂഡിയുടെ ചരിത്രം നിങ്ങൾ വായിക്കണം. 6 ലക്ഷം പേരെ കർത്താവിലേക്ക് നയിച്ച ഒരു അഭിഷക്തനായിരുന്നു D.L. മൂഡി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയാം. ഒരു മനുഷ്യനെ ദൈവം എത്രത്തോളം ഉപയോഗിക്കുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ മാനദണ്ഡങ്ങളല്ല ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾ. നമ്മൾ ബുദ്ധി കൊണ്ട് അളക്കും, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കും. നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരു മനുഷ്യനെ അളക്കുമ്പോൾ ദൈവം അവൻ്റെ സമർപ്പണമാണ് കാണുന്നത്, ദൈവം അവൻ്റെ ഹൃദയമാണ് നോക്കുന്നത്, അവൻ്റെ അന്തരംഗത്തെ ശോധന ചെയ്യുന്ന ദൈവം. ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ ഹോളിനകത്തിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നത് നിങ്ങൾ ഇരിക്കുന്ന ഇരുപ്പിനനുസരിച്ച. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങളുടെ നല്ല വസ്ത്രധാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിരിക്കുന്ന മുഖം, അല്ലെങ്കിൽ നിങ്ങളുടെ സജീവമായ സാന്നിധ്യം എന്ന സ്വർഗത്തിലെ ദൈവം നോക്കുന്നത് നമ്മുടെ പുറമെയുള്ള ചേഷ്ടകളല്ല, പുറമെയുള്ളതൊന്നുമല്ല. അതിനപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ അനുഭവസ്ഥകളെ അറിയുന്ന, ഹൃദയം അറിഞ്ഞ്, ഹൃദയ നിലവാരം അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം.